റിയൽമി ബഡ്സ് T200 ലൈറ്റ് മേടിക്കണോ T110 മേടിക്കണോ? 1500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു ഇയർബഡ് മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇത് രണ്ടും കാണുമ്പോഴേ സ്വാഭാവികമായിട്ടും വരുന്നൊരു കൺഫ്യൂഷനാണ്. അതിന് കാരണം ഒന്ന് റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും. കൂടാതെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ടാണ് 1500 രൂപയ്ക്കുള്ളിൽ ഈ രണ്ട് പ്രോഡക്റ്റുകളും കാണുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും കൺഫ്യൂഷൻ വരും. എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ ഇന്നത്തോടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ അങ്ങോട്ട് ഇല്ലാണ്ടാകുന്നതാണ്. രണ്ട് പ്രോഡക്റ്റുകളുടെയും ഒരു കമ്പാരിസൺ ഞാൻ അങ്ങോട്ട് ചെയ്യുവാണേ. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഈ രണ്ട് പ്രോഡക്റ്റുകളും അൺബോക്സിംഗ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരുമിച്ച് വെച്ച് അങ്ങോട്ട് കാണിച്ചു തന്ന് കമ്പയർ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിർവാഹമല്ല. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ഗാഡ്ജറ്റ്സുകളെല്ലാം തന്നെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോർ വരെ അങ്ങോട്ട് സെയിൽ ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ അതുപോലെ തന്നെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സിന് എല്ലാം തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ദീപ് സ്റ്റോർ കോൺടാക്ട് ചെയ്യുക. T200 ലൈറ്റിന്റെ പൗച്ച് ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. എന്നാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനത് നമ്മുടെ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ മറ്റുള്ള ഏതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിലും കാശ് കുറച്ച് പ്രീമിയം ക്വാളിറ്റി കേസ് കവർ അവിടെ നിന്ന് മേടിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, പർപ്പിൾ, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് T200 ലൈറ്റ് കിട്ടുന്നതെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് എന്നിങ്ങനെ 4 കളേഴ്സിൽ നമുക്ക് T110 ലഭ്യമാകുന്നു. ഇതിനകത്ത് ഗ്രീൻ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ T110ലേക്ക് പോകുക. അതർവൈസ് ഉറപ്പായിട്ടും T200 ലൈറ്റ് നല്ലൊരു ഓപ്ഷനാണ്. ഈ കളറിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. 1199 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് T200 ലൈറ്റ് എത്തിയത്. എന്നാൽ ഇപ്പോൾ 1399 കാണാൻ സാധിക്കും. 1199 രൂപ, അതുപോലെ തന്നെ 1099, 1299 ഈ റേറ്റുകളിലാണ് പൊതുവെ നമ്മുടെ T110 ഓഫർ സമയത്ത് കാണാൻ പറ്റുക. എന്നാൽ 1499 നോർമൽ റേറ്റ്. ഇവിടെ ഒരു T200 ലൈറ്റ് വരുവാണെങ്കിൽ 1399 ആണോ നോർമൽ റേറ്റ് എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ചില സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും T110 എന്താ പറയുക ബെറ്റർ ആണ് T200 ലൈറ്റ്. അതുകൊണ്ട് തന്നെ 1500 ചിലപ്പോൾ വില കൂടാൻ 1500 മുകളിൽ വരാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് 1399 രൂപയ്ക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 1500 രൂപയ്ക്ക് ഉള്ളിൽ എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നത്. 600 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമ്മുടെ T200 ലൈറ്റ് വരുന്നതെങ്കിൽ 460 mAh ബാറ്ററി കപ്പാസിറ്റി മാത്രമാണ് നമ്മുടെ T110 വരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി കപ്പാസിറ്റി mAh കൂടുതലുള്ളതുകൊണ്ട് തന്നെ 48 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേറ്റ് നമ്മുടെ T200 ലൈറ്റ്. എന്നാൽ 38 hours മാത്രമാണ് നമ്മുടെ T110 വരുന്നത്. അതായത് പ്ലേറ്റ് ടൈം ഏറ്റവും കൂടുതൽ നമ്മുടെ T200 ലൈറ്റിൽ തന്നെയാണ്. ആ ഒരു കാരണത്തിൽ അതായത് ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിത് രണ്ടും ഒരുമിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ബൾക്കിയാണ് ആക്ച്വലി T200 ലൈറ്റ് എന്ന് പറയുന്നത് T110 ഓൾറെഡി നമ്മുടെ T110 ആ ഒരു കേസ് കവർ ഞാൻ എടുത്തിട്ട് നോക്കിയായിരുന്നു. പക്ഷേ അങ്ങോട്ട് കയറിയില്ല. കേസിന്റെ ഭാഗം ഒക്കെയാണ്, പക്ഷേ ലിഡിന്റെ ഭാഗം കുറച്ചുകൂടെ ഒത്തിരി അങ്ങോട്ട് സ്യൂട്ട് ആവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ T200 ലൈറ്റിന്റെ കേസ് കവർ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഇതുവരെ എന്തായാലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അങ്ങനെയുള്ള ഏതൊരു ഇ-കൊമേഴ്സിലും കേസ് കവർ അവൈലബിൾ ആയിട്ടില്ല. അവിടെ അവൈലബിൾ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോറിലും അങ്ങോട്ട് അവൈലബിൾ ആകുന്നതാണ്. പിന്നെ രണ്ടിലും ടൈപ്പ് സി പോർട്ട് തന്നെയാണ്. സോ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഇവിടെ ഉണ്ട്. ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂറാണ് T200 ലൈറ്റിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 120 മിനിറ്റ് മാത്രമാണ്. അതായത് 2 മണിക്കൂർ മാത്രമാണ് T110 നിന്ന് കിട്ടുന്നത്. എന്തായാലും അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പ്ലേറ്റ് ടൈമിന്റെ കാര്യത്തിൽ ഓവറോൾ നമ്മുടെ T200 ലൈറ്റ് തന്നെയാണ് ബെറ്റർ. രണ്ടിലും ഇൻസ്റ്റന്റ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ജസ്റ്റ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പയർക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കൂടാതെ നമ്മൾ ആദ്യമായിട്ടൊരു ഡിവൈസിൽ പെയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോ പോപ്പപ്പ് ആയിരുന്നു. ജസ്റ്റ് ഒരു ടാപ്പിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയർബഡുകൾ അങ്ങോട്ട് കണക്ട് ആവുന്നതാണ്. നോർമലി മറ്റുള്ള സാധാരണ ഇയർബഡ് നോക്കുമ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കി ബ്ലൂടൂത്തിന്റെ ഡിവൈസിൽ പോയിട്ട് അവിടെ ആഡ് പെയറൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും വേണ്ട. ജസ്റ്റ് ഐഫോണിലൊക്കെ നമ്മുടെ എയർപോർട്സ് പ്രോ കണക്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ 12.4 mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് T200 ലൈറ്റ് കിട്ടുന്നത്. എന്നാൽ 10 mm ഡ്രൈവേഴ്സ് ആണ് നമ്മുടെ T110 ഡ്രൈവേഴ്സിന്റെ കാര്യം വെച്ച് നോക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു T200 ലൈറ്റ് കിട്ടുന്നത്. എന്നാൽ വലിയ ഡിഫറൻസ് ആക്ച്വലി നമുക്ക് നോർമൽ ഒരു യൂസർ ആണെങ്കിൽ മനസ്സിലാകത്തില്ല. നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ ആ ഒരു 12.4ന്റെയും ആ ഒരു 10 mm ഡിഫറൻസ് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. 7 hours സിംഗിൾ പ്ലേറ്റ് ടൈം നമ്മുടെ T110 കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര അവേഴ്സ് നമ്മുടെ T200 ലൈറ്റിൽ കിട്ടുമെന്നുള്ളത് എവിടെയും തന്നെ മെൻഷൻ ചെയ്യില്ല. ഉറപ്പായിട്ടും 7 to 8 hours ഇവിടെ നമ്മുടെ T200 ലൈറ്റും കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടിലും എന്തായാലും ഡ്യുവൽ മൈക്ക് വിത്ത് AI നോയിസ് ക്യാൻസലേഷൻ തന്നെയാണുള്ളത്. അത്യാവശ്യം നല്ല ഒരു മൈക്ക് ക്വാളിറ്റി തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുക. എനിക്ക് തോന്നുന്നു T110 കുറച്ചുകൂടെ ഒരു പടി മുന്നിലാണ് നമ്മുടെ T200 ലൈറ്റ് എന്നാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളത് ഉപയോഗിക്കുന്നെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടാണ്. കൂടാതെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിലും SBC AAC കോഡൊക്കെ AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ റിയൽമി ലിങ്ക്
ആപ്പ് വഴി നമുക്ക് EQ മോഡ് ചേഞ്ച് ചെയ്യാം, പിന്നെ വോളിയം എൻഹാൻസ് ചെയ്യാം. സോ ആ ഒരു കാര്യത്തിൽ മ്യൂസിക് ക്വാളിറ്റി കാര്യത്തിൽ നമ്മൾ 2 എണ്ണം മേടിച്ചാലും ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവത്തില്ല. പിന്നെ ഈ ബോട്ടിലൊക്കെ കിട്ടുന്ന പോലെ തലമണ്ട അടിച്ച് പൊളിക്കുന്ന രീതിക്കുള്ള ബേസ് ഉണ്ടല്ലോ, അതിവിടെ ആക്ച്വലി ഇല്ല. എന്നാൽ നല്ല മാന്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബേസ് ആണ് ഇവിടെ ഒരു റിയൽമിയുടെ പൊതുവെ കണ്ടുവരുന്നത്. എനിക്ക് പൊതുവെ ഇഷ്ടം, അതുകൊണ്ട് തന്നെ റിയൽമിയുടെ പ്രോഡക്റ്റാണ്. പിന്നെ വെയറിംഗ് കംഫർട്ട് ആണെങ്കിൽ പോലും റിയൽമി കുറച്ചു പടി ഫാർ ബെറ്ററിൽ മുന്നിലാണ്. കാരണം ബോട്ടിന് പൊതുവെ എല്ലാവരും പറഞ്ഞു വരുന്നത് നമ്മുടെ എന്താ പറയുക സുപ്രീം ആണല്ലോ, ബോട്ട് എയർ ഡ്രോപ്പ് സുപ്രീം 1500 രൂപ കിട്ടുന്ന സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബെറ്റർ ആണ്. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. ഈ T200 ലൈറ്റ് ആയിക്കോട്ടെ, അതല്ല T110 ആയിക്കോട്ടെ, അതിനേക്കാളും ബെറ്റർ ആണ് സ്പെക്ക് വൈസ്. പക്ഷേ അതും നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് വെയറിംഗ് കംഫർട്ട് ഇല്ല. എനിക്ക് ആക്ച്വലി ആദ്യമൊന്നും ഭയങ്കര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു, എന്നാൽ കുറച്ച് കൂടുതൽ നേരം വെക്കുമ്പോഴത്തേക്ക് അതുണ്ട്. പക്ഷേ പലരും പറയുന്നത് വെച്ചാൽ ആദ്യം വെക്കുമ്പോഴേ ഈ ഒരു വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ചെറിയൊരു ബസ്സിങ് സൗണ്ടും ആ ഒരു സുപ്രീമിലുണ്ട്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് വെയറിംഗ് കംഫർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ആ ഒരു ബസ്സിങ് സൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല. എന്നാൽ നമുക്ക് ആ ഒരു ബേസിന്റെ കാര്യം ഉണ്ടല്ലോ, അത് ബോട്ടിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. പക്ഷേ ആ ഒരു എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ പോയിട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് കിട്ടണം. ഇതിപ്പോൾ ആദ്യം അതായത് ഈ ഒരു ബേസ് ആക്ച്വലി മതി നമ്മുടെ റിയൽമിയിൽ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ അതിന് മുകളിലൊക്കെ നമ്മളെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതേപോലെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെവിക്കൊക്കെ പ്രശ്നം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിയൽമി ഉറപ്പായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളും ഉറപ്പായിട്ടും സാറ്റിസ്ഫൈഡ് ആവാൻ ചാൻസും ഉണ്ട്. ഇനി ബ്ലൂടൂത്ത് വെർഷൻ 5.4 തന്നെയാണ് ഈ 2 പ്രോഡക്റ്റുകളും കാണാൻ സാധിക്കുന്നത്. അത് ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ്. കൂടാതെ IP റേറ്റിംഗിലേക്ക് ഉണ്ടെങ്കിൽ IPX4 ആണ് T200 ലൈറ്റിൽ, എന്നാൽ IPX5 ആയിരുന്നു നമ്മുടെ T110ൽ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു പടി മുന്നിൽ നമ്മുടെ T110 തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടി 88 ms ലോ ലേറ്റൻസി മോഡ് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ T200 ലൈറ്റിൽ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചായിരുന്നു, ഒരു 50 ms അല്ലെങ്കിൽ 60 ms എത്തുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, 88 ms തന്നെയാണ്. എന്നാൽ പോലും 88 ms അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് ഡീസെന്റ് ആയിട്ട് BGMI ആണെങ്കിലും അല്ല മറ്റുള്ള കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും തന്നെ കളിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ റിയൽമി ലിങ്ക് ആപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ടച്ച് കൺട്രോൾ ചേഞ്ച് ചെയ്യാം. പിന്നെ ഡ്യുവൽ മോഡ് ഒക്കെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ബീസ് മോഡ് ഓൺ ആക്കാനും ബീസ് മോഡ് എന്നുള്ളത് നമ്മുടെ ഗെയിമിംഗ് മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഈ ബീസ് മോഡ് എന്ന് പറയുന്നത് ബോട്ടിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പ് വഴി ചെയ്യാൻ പറ്റും. പിന്നെ ഫേംവെയർ അപ്ഡേറ്റും ഒക്കെ തന്നെ റിയൽമി ലിങ്ക് ആപ്പ് വഴി ചെയ്യാനും സാധിക്കും. ബാറ്ററി ലെവൽ അറിയാൻ സാധിക്കും. അതിപ്പോൾ ഇയർബഡുകളുടെ ആണെങ്കിലും കേസ് കവറിന്റെ ആണെങ്കിലും. പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി നമ്മുടെ T200 ലൈറ്റിലുണ്ട്. എന്നാൽ ആ ഒരു സംഭവം നമ്മുടെ T110ലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെ കണക്ട് അല്ല 2 മൊബൈലുകൾ കണക്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു മൊബൈലിൽ കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് നമ്മൾ കോൾ എടുക്കുമ്പോൾ അതിലേക്ക് സ്വിച്ച് ഓവർ ആവും. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരു മൊബൈലിൽ പാട്ട് കേട്ടോണ്ടിരിക്കുന്നതിൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആയിട്ട് പാട്ടും കേൾക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഓപ്ഷൻ നമുക്ക്, അതായത് കൂടുതൽ വീണ്ടും എടുത്ത് കണക്ട് ചെയ്ത് വീണ്ടും മറ്റൊന്നിൽ കണക്ട് ചെയ്ത് റീകണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്ത് അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരിപാടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉള്ളപ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും T200 ലൈറ്റ് ആ ഒരു കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് T110നേക്കാളും. എന്തായാലും ഇത്രയാണ് നമുക്ക് സ്പെക് വൈസ് ഇതിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ബാറ്ററി വൈസ്, അതായത് പ്ലേ ടൈം ആണെങ്കിലും ഇനി അതല്ല മറ്റുള്ള സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 12.4 mm ഡ്രൈവേഴ്സ് ആണ് നമ്മുടെ T200 ലൈറ്റിൽ. ഉറപ്പായിട്ടും ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. പക്ഷേ ആകെ ഉള്ളൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്നത് IPX4 മറ്റേ IPX5 ആയിരുന്നെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊരു ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെയാണ് ഈ ഒരു T200 ലൈറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 1399 രൂപയ്ക്ക്, അതായത് T110ക്ക് 1499 രൂപയാണ്. പക്ഷേ T200 ലൈറ്റ് 1399 ആണെങ്കിൽ അത് മേടിക്കാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. ഇനി അതല്ല 1399 രൂപയ്ക്ക് T200 ലൈറ്റും എന്നാൽ 1199 അല്ലെങ്കിൽ 1099 T110 വരുന്നെങ്കിൽ ഉറപ്പായിട്ടും കാശ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് T110 ആദ്യം മേടിക്കുക, പിന്നെ വേണമെങ്കിൽ മാത്രം കൺസിഡറേഷൻ കൊടുക്കുക. കാരണം 48 hours ഒരു 10 മണിക്കൂർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ T110 നല്ലൊരു പ്രോഡക്റ്റ് ആണ്, പ്രത്യേകിച്ച് 1100 രൂപയ്ക്കൊക്കെ മേടിക്കാൻ സാധിക്കുന്നെങ്കിൽ. എന്തായാലും ആദ്യമേ പറയാനുള്ളത്, കാശിന്റെ കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ഏതിനാണോ വില കുറഞ്ഞ് നിൽക്കുന്നത് അതങ്ങോട്ട് മേടിക്കാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു T200 ലൈറ്റും T110 തമ്മിലുള്ളൊരു കമ്പാരിസണിൽ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്നത്. ഓവറോൾ ഉറപ്പായിട്ടും നല്ല പ്രോഡക്റ്റുകൾ തന്നെയാണ് ഈ രണ്ടും. എന്തായാലും കേസ് കവേഴ്സ്, ഇപ്പോൾ T110യുടെ കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ ഓൾറെഡി അവൈലബിൾ ആണ്. T200 ലൈറ്റിന്റെ ഉടനെ വരുന്നതുമാണ്. പിന്നെ മറ്റുള്ള എല്ലാ ഇയർബഡ്സുകളുടെ കേസ് കവർ നിങ്ങളുടെ കയ്യിലുള്ള മോഡലിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് പോയി ചോദിക്കുക. കാരണം ബോട്ടിനൊക്കെ ഇപ്പോൾ പറ ഇങ്ങനെ ഇയർബഡുകൾ ഇറക്കുന്നുണ്ട്, എന്നാൽ
പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ കേസ് കവർ പ്രൊഡക്ഷൻ ആരും അങ്ങോട്ട് ചെയ്യുന്നില്ല. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ബഡിൻ്റെയൊക്കെ എടുത്തിട്ടാണ് ആക്ച്വലി അവൈലബിൾ എന്ന് പറഞ്ഞ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നിങ്ങൾ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊക്കെ മേടിച്ച് പണി കിട്ടരുത്. എന്നാൽ ചിലതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സ്യൂട്ടും ആവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.